തവക്കൽതു ഇലൈഹി ഉനീബ്. സ്നേഹമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്തിലാണ് അൽഹംദുലില്ലാ നമ്മളുള്ളത്. തീർത്തും പ്രതിഫലാർഹമായ ഒരു ഇബാദത്തായി അള്ളാഹു ഇതിനെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇന്ന് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങൾ എണ്ണിപ്പറയുമ്പോൾ ഇരു ലോകത്തും നമുക്ക് സന്തോഷം നൽകുന്ന പ്രവർത്തനമായി ഈ ഒരു ഖുർആൻ പഠനത്തെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ പറഞ്ഞ് അവർക്ക് കിട്ടാൻ പോകുന്ന സ്വർഗത്തിലെ ഉന്നത സ്ഥാനമായ അൽ ഫിർദൗസിനെ കുറിച്ച് വിശദീകരിച്ച്, മനുഷ്യൻ ബീജത്തിൽ നിന്ന് മാംസമായി, രക്തമായി, മാംസമായി, എല്ലായി മനുഷ്യക്കുഞ്ഞായി പിറന്നു വീണവനാണ് എന്ന അവൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് വിവിധ ഘട്ടങ്ങൾ വിശദീകരിച്ച്, അതൊക്കെ കഴിഞ്ഞ് അവൻ മരിച്ചു പോകുമെന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നും പറഞ്ഞ് മഴയും മറ്റു അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിനെ കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ട്, ഇതൊക്കെ പറയാനും ഇതെല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും ജനങ്ങളെ ക്ഷണിക്കുക എന്ന ദൗത്യമാണ് പ്രവാചകന്മാർ നിർവഹിച്ചത് എന്നതിലേക്കാണ് അള്ളാഹു പിന്നീട് വിരൽ ചൂണ്ടുന്നത്. അതിൽ തന്നെ ആദ്യത്തെ പ്രബോധന ദൗത്യം ഏറ്റെടുത്ത പ്രവാചകനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന 23-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. 23-ാം അധ്യായത്തിലെ 23-ാമത്തെ ആയത്താണ് ഇന്ന് വിശദീകരിക്കുന്നത് എന്നർത്ഥം. വിശുദ്ധ ഖുർആനിലെ ആയത്ത് ആദ്യം നമുക്ക് നോക്കാം, അർത്ഥം പറഞ്ഞ് പിന്നീട് നൂഹ് നബിയുമായി ബന്ധപ്പെട്ടും പ്രവാചകന്മാർ ഏൽക്കേണ്ടി വന്ന പരിഹാസങ്ങളെ സംബന്ധിച്ചുമൊക്കെ ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് വിശദീകരിക്കുകയും ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി فقال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون. ഇവിടെ ഇൽഹാറിന്റെ അക്ഷരങ്ങൾ ഒന്ന് രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട്. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നൂഹൻ ഇലാ ഖൗമിഹി. അവിടെ നൂഹൻ എന്ന തൻവീന് ശേഷം ഇല എന്ന് തുടങ്ങുന്നത് ഹംസാണ്. അതുകൊണ്ട് നൂഹൻ എന്ന ആ നൂനിന്റെ തൻവീനിന്റെ ആ സുക്കൂനുള്ള നൂനും തൻവീനും ഒരേ ഉച്ചാരണം ഉണ്ടാവുക അല്ലേ, അതവിടെ വെളിവാകണം. അതുപോലെ തന്നെ വീണ്ടും മിൻ ഇലാഹ് എന്നവിടെ വരുന്നുണ്ട്. മിൻ ഇലാഹിനു ഗൈറുഹു അവിടെ വീണ്ടും വരുന്നുണ്ട്. ഇങ്ങനെ 2-3 സ്ഥലങ്ങളിൽ ഇൽഹാർ എന്ന് പറയുമ്പോൾ 6 അല്ലേ, 6 അക്ഷരങ്ങളാണ്. ഇൽഹാർ 6 അക്ഷരങ്ങളാണ്. അതിൽ ഹംസയാണ് ഇവിടെ 3 സ്ഥലത്തും, 2 സ്ഥലത്ത് വന്നിട്ടുള്ളത്, ഒരു സ്ഥലത്ത് ഗൈനാണ് വന്നിട്ടുള്ളത്. അർത്ഥം ഇങ്ങനെയാണ് വരിക: വലഖദ് തീർച്ചയായും, അർസൽനാ നാം അയച്ചിട്ടുണ്ട്. ഈ ഖദ് ലഖദ് എന്നതൊക്കെ മാളിയായൊരു ഫിഅലിന്റെ കൂടെ വന്നാൽ പിന്നെ അതിൽ സംശയമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സൂറത്ത് തുടങ്ങിയത് തന്നെ എങ്ങനെയാ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്, ഇനി വീണ്ടും സംശയിക്കണ്ട. ഖദ് അഫ്ലഹ, വിജയിച്ചു കഴിഞ്ഞു. ഖദ് എന്നത് അഫ്ലഹ എന്ന ഫിഅലു മാളിയുടെ കൂടെ വന്നപ്പോൾ, കഴിഞ്ഞു പോയൊരു ഫിഅലിന്റെ കൂടെ വന്നപ്പോൾ അർത്ഥം എന്തായി? ഇനി അതിലൊരു സംശയവും വേണ്ട എന്നായി. എന്നാൽ മുളാരിഇന്റെ കൂടെ വന്നാൽ ചിലപ്പോൾ നർത്ഥവും. ഖദ് യുഫ്ലിഹു എന്നാണ് വന്നത് എന്ന് വിചാരിക്കുക. ഖദ് അഫ്ലഹ എന്നുള്ളതിന് പകരം ഖദ് യുഫ്ലിഹു എന്നാണ് വന്നതെന്ന് വിചാരിക്കാം, ചിലപ്പോൾ വിജയിക്കാൻ സാധ്യത ഉണ്ട് എന്നായി ഓർത്തം. ഖദ് യുഫ്ലിഹുൽ മുഅ്മിനൂൻ എന്നാണെങ്കിൽ വിശ്വാസികൾ ചിലപ്പോൾ വിജയിച്ചേക്കാം എന്നാവും. മനസ്സിലാണ്ടോ പറയണേ? ഇവിടെ അള്ളാഹു പറയാണ് വലഖദ് തീർച്ചയായും അർസൽനാ നാം അയച്ചു കഴിഞ്ഞിട്ടുണ്ട്.
നൂഹ് നബിയെ നാം അയച്ചിട്ടുണ്ട് ഇലാ ഖൗമി, അദ്ദേഹത്തിന്റെ ജനതയിലേക്ക്. ആ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ആദ്യം നമ്മൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് പ്രബോധനം ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞയച്ച ആദ്യത്തെ പ്രവാചകനാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇവിടെ ഇതില്ലേ ഇപ്പൊ നൂഹ് നബിയുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്നാമത്തേത് അവ്വലു റുസുലി ഇലൽ അർദ്, ഭൂമിയിലേക്ക് വന്ന ആദ്യത്തെ ദൂതനാണ് നൂഹ് നബി അലൈഹിസ്സലാം. ഇവിടെ സൂചനകൾ മാത്രമേ എഴുതുന്നുള്ളൂ. ആദ്യത്തെ റസൂലാണ് റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ അല്ലെ, പ്രവാചകൻ എന്നാവുമ്പോ നബീനെ വരിക. ശരിക്കും ആദ്യത്തെ റസൂലാണ് നൂഹ് നബി അലൈഹിസ്സലാം. അത് ഹദീസുകളിലും ഒക്കെ തെളിഞ്ഞു വന്നതാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതുപോലെ തന്നെ 28 സൂറത്തുകളിലായി 43 സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് വന്നിട്ടുണ്ട്. 28 സൂറത്തുകളിലായി 43 തവണ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പേര് വന്നിട്ടുണ്ട്. അബ്ദൻ ഷക്കൂർ എന്ന് ഖുർആൻ ചില ആളുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അബ്ദൻ ഷക്കൂർ, അങ്ങേയറ്റം നന്ദി കാണിക്കുന്ന ആള്. ഷക്കൂർ എന്ന് പറഞ്ഞാൽ ഏറെ നന്ദി കാണിക്കുന്നവൻ എന്നാണ് അർത്ഥം. മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോ ആക്കിൽ തിന്നുന്നവൻ, അക്കൂൽ അക്കൂൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരിക? ഏതും തിന്നുന്നവൻ. അക്കാൽ എത്രയും തിന്നുന്നവൻ, അങ്ങനെയാണ് വരിക. അതുപോലെ തന്നെയാണ് ഷക്കൂർ. അക്കൂൽ എന്ന് പറയുന്ന പോലെയാണ് ഷക്കൂർ, ഏറെ നന്ദി കാണിക്കുന്നവൻ എന്നാണ് അർത്ഥം വരിക. ഷാക്കിർ നന്ദി കാണിക്കുന്നവൻ, ഷക്കൂർ ഏറെ നന്ദി കാണിക്കുന്നവൻ, ഷക്കാർ എത്രയും നന്ദി കാണിക്കുന്നവൻ. രണ്ടും വ്യത്യാസമുണ്ട്. ഒന്ന് ഏതും തിന്നും, ഒന്ന് എത്രയും തിന്നും. ആക്കില് അക്കാല് അക്കൂല്. ഗാഫിർ പൊറുക്കുന്നവൻ, ഗഫാർ എത്ര തവണയും പൊറുക്കുന്നവൻ, ഗഫൂർ ഏത് പാപവും പൊറുക്കുന്നവൻ, ഏതും പൊറുക്കും. ഗഫൂർ, ഗഫാർ എത്ര തവണയും പൊറുക്കും. അബ്ദൻ ഷക്കൂർ ഏത് രീതിയിലുള്ള നന്ദിയും കാണിക്കും, ഏത് രീതിയിലുള്ള ഏറെ നന്ദി കാണിക്കുന്നവൻ എന്നർത്ഥം. ആ പേരിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പ്രത്യേകം പഠിപ്പിച്ചൊരു വ്യക്തിയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇത് ഒക്കെ വിശദീകരിക്കുന്ന ഷഫാഅത്തിന്റെ ഹദീസ് ഞാൻ വിശദീകരിക്കല്ല, ഒന്ന് ചുരുക്കി പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നാളെ അന്ത്യനാളിൽ എല്ലാവരും അവരുടെ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന സമയത്ത് അന സയ്യിദുൻ നാസി യൗമൽ ഖിയാമ, ഞാനായിരിക്കും ജനങ്ങളുടെ നേതാവായി ഉണ്ടാവുക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യജ്മഉല്ലാഹ് അന്നാസ അവ്വലീന വല്ലാഖിരീന ഫീ സഈദിൻ വാഹിദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിരന്ന പരന്ന സ്ഥലത്ത് ഒന്നാമത്തെ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യനാളിൽ അവസാനമായി മരിക്കുന്ന മനുഷ്യരെ മുഴുവൻ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടും. എല്ലാവരും പ്രയാസത്തോടെ നിൽക്കുന്ന ആ സമയത്ത് വിശ്വാസികളിൽ ചിലരിതാ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ചെല്ലുകയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം ഉണ്ടോ നോക്കാൻ, ഷഫാഅത്തിനെ കിട്ടാൻ ആദം നബിന്റെ അടുക്കിലേക്ക് പോകാന്ന് പറയും. അങ്ങനെ ആദം നബിയോട് പറയും, അള്ളാഹ് കൈകൊണ്ട് സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനാണല്ലോ, ആദ്യത്തെ നബിയാണല്ലോ, ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇളവുണ്ടോ ഒന്ന് പറഞ്ഞു നോക്കുമോ? അപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാം കൈവിടും. അദ്ദേഹം പറയും, ഞാൻ തന്നെ ഖലഖല്ലാഹു ബിയദിഹി വനഫഖ ഫീക മിൻ റൂഹിഹി വഅമറൽ മലായികത ഫസജദു ലക ഇശ്ഫഇ ലി ഇലല്ലാഹ് അലാ തറാ ഇലാ മാ നഹ്നു ഫീ. ഞങ്ങൾ നിൽക്കുന്ന അവസ്ഥ കാണുന്നില്ലേ, ഒന്ന് റബ്ബിനോട് പറഞ്ഞു നോക്ക്, മലക്കുകൾ പോലും താങ്കൾക്ക് സുജൂദ് ചെയ്തിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയാണ്, റബ്ബ് എന്നോട് ദേഷ്യത്തിലാകും എന്ന പേടിയിലാണ് ഞാൻ തന്നെ ഉള്ളത്, എൻ്റെ കാര്യം തന്നെ എന്താകും എന്ന ബേജാറിലാണ് ഞാനുള്ളത്. കാരണം എനിക്കൊരു പ്രത്യേക മരം വിലക്കിയിരുന്നു, ആ മരത്തിലെ പഴം ഞാൻ തിന്നു, അതുകൊണ്ട് നഫ്സി 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 ഇദ്ഹബു ഇലാ ഗൈരി ഇദ്ഹബു ഇലാ നൂഹ്. ആദം അലൈഹിസ്സലാം പറയും, നിങ്ങൾ വേറൊരാളിലേക്ക് പോയി, നൂഹ് നബിന്റെ അടുക്കലേക്ക് പോയി. നൂഹ് നബിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്ന വാചകമാണ് നമ്മുടെ വിഷയവുമായി ബന്ധം. അവർ നൂഹ് നബിയോട് പറയുക, നൂഹ് അല്ലയോ നൂഹേ, ഇന്നക അൻത അവ്വലു റുസുലി ഇലാ അഹ്ലിൽ അർള്. സ്വഹീഹായ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നതാണ്. നൂഹ് നബിയോട് ചെന്നിട്ട് ജനങ്ങൾ പറയും, നൂഹേ, മനുഷ്യരിലേക്ക് ഭൂമിയിലേക്ക് ആദ്യത്തെ പ്രബോധകനായി വന്ന പ്രവാചകൻ
താങ്കളാണല്ലോ. വഖദ് സമ്മാക്കല്ലാഹു അബ്ദൻ ശക്കൂറ, അബ്ദൻ ശക്കൂർ, ഏറ്റവും അധികം നന്ദി കാണിക്കുന്ന അടിമ എന്ന് താങ്കൾക്ക് അള്ള തന്നെ പേര് തന്നിട്ടുണ്ടല്ലോ. ഇശ്ഫഉ ലനാ ഇലാ റബ്ബിക്, ഞങ്ങൾക്ക് വേണ്ടി റബ്ബിനോടൊന്ന് ശുപാർശ പറഞ്ഞു നോക്കുവോ. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ഞാൻ തന്നെ വിഷമത്തിലാണ്, പേടിയിലാണ്. കാരണം ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥനാവേള എനിക്കുണ്ടായിരുന്നു. ഞാനത് ഇഹലോകത്ത് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞതാണ്. അത് എല്ലാവരും നീട്ടിവെക്കണമായിരുന്നു, പക്ഷെ ഞാനത് എന്ത് ചെയ്തു, ഉപയോഗിച്ചു കഴിഞ്ഞു. ആ ഒരു വിഷമത്തിലാണ് ഞാൻ, നിങ്ങൾ വേറെ ആരെങ്കിലേക്കും പോകൂ എന്ന് പറഞ്ഞാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് പറഞ്ഞു വെക്കുന്നത്. സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് അബ്ദൻ ശക്കൂറ എന്നും അവ്വലുർ റുസുലാണ് എന്നുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വ്യക്തമായി വന്നിട്ടുണ്ട് എന്നാണ്. നോക്കൂ നിങ്ങൾ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരിൽ പെട്ട ആളാണ്. ആരാ ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാര്? 5 പേര്. നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പ്രവാചകന്മാരാ ഖുർആൻ പറഞ്ഞു ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. പ്രവാചകന്മാരിൽ ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ പറ്റണം. നൂഹ് നബിയൊക്കെ ക്ഷമിച്ചത് എന്തൊരു ക്ഷമയാണെന്ന് അറിയണമെങ്കിൽ അദ്ദേഹം എത്ര കാലം ദഅവത്ത് നടത്തി എന്നുള്ളത് മാത്രം മതി അല്ലേ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, 950 വർഷമാണ് അദ്ദേഹം ദഅവത്ത് നടത്തിയത്. 950 വർഷക്കാലം നിരന്തരമായ ദഅവത്ത് അദ്ദേഹം നടത്തിയെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമ. സൂറത്തുൽ അൻകബൂത്തിൽ നമ്മൾ ഇന്ന് എടുക്കുന്ന ആയത്തിന്റെ അതേപോലെ തന്നെയാണ് അത് തുടങ്ങുന്നത്. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി, നൂഹ് നബി അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് അല്ലാഹു പറഞ്ഞയച്ചു. ഫലബിസ ഫീഹിം, അതിലൂടെ അവരുടെ കൂട്ടത്തിൽ അദ്ദേഹം കഴിഞ്ഞുകൂടി അൽഫ സന ഇല്ലാ 50 ആമ, 1050 കുറവ് എന്ന് പറഞ്ഞാൽ 950 കൊല്ലം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് നടത്തി എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ 950 വർഷം ദഅവത്ത് നടത്തിയ ആദ്യത്തെ പ്രവാചകനായ 43 തവണ ഖുർആനിൽ പേര് വന്ന അബ്ദൻ ശക്കൂർ എന്ന് പേര് കിട്ടിയിട്ടുള്ള ഉലുൽ അസ്മിൽപ്പെട്ട ഒരു പ്രവാചകനാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നർത്ഥം. ആദ്യമായി കപ്പൽ നിർമ്മിച്ചത് അദ്ദേഹമാണെന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള ആയത്തുകളിൽ വരുന്നുണ്ട്. ആ സമയത്ത് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി, നൂഹ് നബിയെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് അള്ളാഹു പറഞ്ഞയച്ചു. അപ്പൊ ആദ്യത്തെ പ്രബോധകന് വന്നിട്ട് ആദ്യം പറയാനുള്ളത് എന്താ? അടുത്ത ഭാഗം നോക്കുക. ഫഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യാ ഖൗം, യാ ഖൗമി എന്നാണ് അവിടെ. എന്താ കാരണം? അവിടെ യാ ഖൗമി എന്ന ഒരു മുത്തക്കല്ലിമിന്റെ യാവ് പോയിട്ടുണ്ട്. എൻ്റെ എന്നുള്ള ഒരു യാവ് അവിടുന്ന് അത് ഭാഷാ ശൈലിയായിട്ട് അവിടുന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ യാ ഖൗമി ഉബ്ദു, അത് കൂട്ടിയാവുമ്പോൾ യാ ഖൗമി ഉബ്ദു എന്നാകും. എന്റെ ജനങ്ങളെ ഉബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവിൻ, മാലക്കും നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ ഒരു ആരാധ്യനും ഗൈറു അവനെ കൂടാതെ, അവനല്ലാതെ ഒരാരാധ്യനും നിങ്ങൾക്കില്ല, അതുകൊണ്ട് നിങ്ങൾ അവനെ ആരാധിക്കുവിൻ. ആദ്യത്തെ പ്രവാചകന് ഈ ജനങ്ങളോട് പറയാനുള്ളത് അതാണ്. ഇനി അവസാനത്തെ നബിക്കോ അതും അത് തന്നെയാണ്. വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല, എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന ദിവ്യ സന്ദേശം നൽകിയിട്ടല്ലാതെ ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. പ്രവാചകന്മാർക്ക് പ്രഥമമായും പ്രധാനമായും പ്രബോധനം ചെയ്യാനുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതാണ്. ഇബാദത്തിൽ റബ്ബിനെ പങ്കു ചേർക്കാൻ പാടില്ല എന്ന തൗഹീദിന്റെ സന്ദേശമാണ് പഠിപ്പിക്കുന്നത്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, കാന ബൈന ആദം വനൂഹ് അശ്റത്തു ഖുറൂൻ. ആദം നബിയുടെയും നൂഹ് നബിയുടെയും ഇടയിൽ 10 തലമുറകൾ ഉണ്ടായിരുന്നു. കുല്ലുഹും അലാ ശരീഅഹ്, എല്ലാവരും ശരീഅത്തു മിനൽ ഹഖ്, സത്യപാതയിൽ ഉറച്ചു നിന്ന ആളുകളായിരുന്നു. ആര്? ആദം നബി മുതൽ നൂഹ് നബി വരെയുള്ള 10 തലമുറകളിൽ ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ആളുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവരിൽ പ്രധാനപ്പെട്ട സ്വാലിഹുകളായ വദ്, സുവാ, യഗൂസ്, യഊഖ്,
നസ്ർ പോലുള്ള മഹാന്മാരായ സ്വാലിഹീങ്ങളായ ആളുകൾ മരണപ്പെട്ടപ്പോൾ അവരെ ഓർക്കാൻ വേണ്ടി വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടില്ല, വിഗ്രഹങ്ങളോട് തേടിയിട്ടില്ല, വിഗ്രഹങ്ങളെ അടുത്തുപോയി എത്തിക്കാഫ് ഇരുന്നിട്ടില്ല, വിഗ്രഹങ്ങളെ തവാഫ് ചെയ്തിട്ടില്ല. എന്നാലും ആ വിഗ്രഹങ്ങൾ കാണുമ്പോൾ നമുക്ക് ആ മഹാന്മാരെ ഓർമ്മ വരുമല്ലോ എന്ന സതുദ്ദേശത്തിലാണ് അവർ തുടങ്ങിയത്. പക്ഷേ തലമുറകൾ ഇങ്ങനെ മാറി വരുമ്പോൾ എന്നാലും കുറേ ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ട് ചില ആളുകളെ വിഗ്രഹങ്ങൾ മാത്രം വെക്കുമ്പോൾ എന്തോ ഒരു ഇത് അവർക്കുണ്ടാകും എന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ അവരെടുത്ത് പോകുമ്പോൾ അല്ലെങ്കിലും അവിടെ കൂടി പോകുമ്പോൾ നമുക്കൊരു ഇതാണില്ലേ പറയാം. അവിടെ ചെന്ന് പോന്നാൽ മനസ്സിനൊരു റാഹത്താണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ അതിനോട് ഇങ്ങനെ തേടി അവസാനം ആരാധന തന്നെ വിഗ്രഹങ്ങളോട് നടത്താൻ തുടങ്ങി. ആ സമയത്താണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി. അതുവരെ ശിർക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജനങ്ങളിലേക്ക് ശിർക്ക്, അല്ലാഹു അല്ലാത്ത വിഗ്രഹങ്ങളെ ബിംബങ്ങളെ ആരാധിക്കുന്ന അവസ്ഥ വന്നപ്പോൾ അള്ളാഹു പറഞ്ഞയച്ചു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണേ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ ഒരു ആരാധനം നിങ്ങൾക്കില്ല. അഫലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പുലർത്തുന്നില്ലേ? നിങ്ങൾ പടച്ചവനെ പേടിയൊന്നുമില്ലേ? നിങ്ങൾക്ക് തെക്കുവല്ലേ? നിങ്ങൾ അള്ളാഹനെ മാത്രമേ ആരാധിക്കാവൂ, അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ആരാധ്യനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. 950 കൊല്ലം ദഅവത്ത് നടത്തിയിട്ടുണ്ടെങ്കിലും വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മകനും പോലും വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, മകനെ കുറിച്ച് എൻ്റെ ആളല്ലാന്നും ഭാര്യയെക്കുറിച്ച് കാഫിരീങ്ങൾക്ക് ഉദാഹരണം പറയാൻ പറ്റിയ പെണ്ണാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പഠിപ്പിക്കുന്നിടത്തേക്ക് എത്തി. ഒരു പ്രവാചകൻ 950 കൊല്ലം ദഅവത്ത് നടത്തിയ ഒരു പ്രവാചകന്റെ ഭാര്യ ആർക്കാണ് ഉദാഹരണം? കാഫിറുകൾക്ക് ഉദാഹരണമായി അല്ലാഹു സൂറത്തു തഹ്രീമിൽ പഠിപ്പിക്കുക. മകനെ കുറിച്ച് എന്താ പറഞ്ഞത്? അവൻ നിന്റെ ആളൊന്നുമല്ല, അവൻ അങ്ങനെ പോകും, കയറൂല, നിർബന്ധിക്കണ്ട, അത്തരം ആളുകളുടെ കാര്യത്തിൽ എന്നോട് സംസാരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു തിരുത്തി കൊടുത്തത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അധ്യായം ഉണ്ട്. നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, ആദ്യത്തെ റസൂലാണ്, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്. അദ്ദേഹത്തിന് ഒരു പ്രത്യേക വിശേഷണ പേര് അള്ളാഹു കൊടുത്തു. എന്നാണ് അബ്ദൻ ഷക്കൂറ, അബ്ദൻ ഷക്കൂർ എന്ന പേര് കൊടുത്തു. അദ്ദേഹത്തിന്റെ പേര് ഖുർആനിൽ 43 തവണ വന്നിട്ടുണ്ട്. എത്ര സൂറത്തിൽ വന്നിട്ടുണ്ട്? 28 സൂറത്തുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് കൂട്ടിച്ചേർക്കാവുന്ന ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ദഅവത്തിനെ കുറിച്ച്. ഖാല റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ, രാവിലും പകലിലും ഞാൻ അവരെ ദഅവത്ത് നടത്തി അല്ലാഹ്. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. ശരിക്കും നമ്മൾ അതോടുകൂടി നിർത്തുക ചെയ്യുക. കുറേ ആയി പറഞ്ഞു നോക്കണ അല്ലേ. എന്നാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഞാൻ അവരെ വിളിക്കുമ്പോഴൊക്കെ അവർ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. ഇന്നി കുല്ലമാ ദഅവ്തുഹും ലിതഗ്ഫിറ ലഹും ജഅലൂ അസ്വാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും വഅസറൂ വസ്തക്ബറു ഇസ്തിക്ബാറാ. ഇതൊക്കെ ഏത് സൂറത്തിലാ? അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അധ്യായമുണ്ട് ഖുർആനിൽ, സൂറത്തു നൂഹ്. അതാണ് സൂറത്തു നൂഹ്. അത് എത്രാമത്തെ അധ്യായം? 71. അധ്യായത്തിന്റെ പേര് തന്നെ നൂഹ് നബിയുടെ പേരിലാണ്, സൂറത്തു നൂഹ്. അതിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു ഇങ്ങനെ പറയാണ്, ഞാൻ അവരെ വിളിച്ചപ്പോഴൊക്കെ അവര് വിരലുകൾ ചെവിയിൽ വെച്ചിട്ട് വസ്ത്രം കൊണ്ട് മൂടിയിട്ടിട്ട് ഓടിപ്പോവുകയാണ് ചെയ്തത്. വഅസറു, അവർ തിന്മയിൽ ഉറച്ചു നിന്നു. വസ്തക്ബറു ഇസ്തിക്ബാറ, അങ്ങേയറ്റത്തെ അഹങ്കാരികളായി അവർ മാറി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നൂഹ് നബി പറഞ്ഞത്, സുമ്മ ഇന്നി ദഅവ്തുഹും ജിഹാറ, പിന്നെയും ഞാൻ അവരെ പരസ്യമായി വിളിച്ചു നോക്കി. സുമ്മ ഇന്നി അഅലൻതു ലഹും വഅസ്റർതു ലഹും ഇസ്റാറ, രഹസ്യമായും പരസ്യമായും ഉറക്കെയും പതുക്കെയും ഒക്കെ ഞാൻ അവരെ വിളിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ
വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ. നിങ്ങൾ അല്ലാഹുവിനെ ഒരു പൊറുക്കലെ തേടിക്കോളി, എങ്കിൽ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും, സമൃദ്ധമായി മഴ തരും, മക്കളെയും സമ്പത്തും തന്ന് സഹായിക്കും, അരുവികൾ നിങ്ങൾക്ക് ഒരുക്കി തരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവരതൊന്നും കേട്ടില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ശരിക്ക് പ്രവാചകന്മാരുടെ ഒരു വേദന എത്രയായിരിക്കും അത്. അങ്ങോട്ട് ഇങ്ങനെ വിളിക്കും, നന്മയിലേക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ ഓടി അകന്ന് ഇങ്ങനെ പോവുക, സ്വീകരിക്കണില്ല എന്ന് മാത്രമല്ല അങ്ങോട്ട് പോവുക, കളിയാക്കുക. സത്യം മാത്രം പറയാൻ വന്ന പ്രവാചകന്മാരെ പെരും നുണയനാണ് എന്ന് പറയാ. വഹി അനുസരിച്ച് മാത്രം ഇടപെടുന്ന ഒരു പ്രവാചകനെ ജ്യോത്സ്യനാണ് എന്ന് പറയാ, കള്ളനാണ് എന്ന് പറയാ, ഷായിർ കവിയാണ് എന്ന് പറയാ, കാഹിന് ജ്യോത്സ്യനാണ് എന്ന് പറയാ. ഇതൊക്കെ പ്രവാചകന്മാര് ദഅവത്ത് നടത്തിയപ്പോൾ അനുഭവിച്ച പ്രയാസങ്ങളാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഖുർആൻ പറയുന്നുണ്ട്, പ്രവാചകന്മാര് ദഅവത്ത് നടത്തിയിട്ടേ അവസാനം സങ്കടം കൊണ്ട് ഒരു പറയുന്ന ഒരു വാചകമുണ്ട് ഖുർആനിൽ, മാലി അദ്ഉകും ഇലൻ നജാത്ത് വതദ്ഉനനി ഇലൻ നാർ. മാലി, ഇതെന്തൊരു അനുഭവമാണ്. അദ്ഉകും ഇലൻ നജാത്ത്, ഞങ്ങളെ സ്വർഗത്തിലേക്ക് രക്ഷയിലേക്ക് ഇങ്ങനെ വിളിക്കുക, വതദ്ഉനനി ഇലൻ നാർ, നിങ്ങൾ എന്നെ നരകത്തേക്ക് അങ്ങോട്ടും വിളിക്കുക. കരഞ്ഞുകൊണ്ടൊരു പ്രവാചകൻ പറഞ്ഞതായി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഈ കാര്യം നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നോക്കുക, ഫഖാലൽ മലഉ, മല എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടാകും, കുറച്ച് ആളുകൾ കൊങ്ങനെ എല്ലായിടത്തും ഉണ്ടാവും അല്ലേ. നമുക്കിങ്ങനെ അതൊന്നും വേണ്ട, എന്താ പോക ചെയ്തിട്ട് ചോദിക്കുന്ന ഒരാളുണ്ടാവും. എല്ലാത്തിനും എതിർത്തിട്ട് അവിടുത്തെ കുറച്ച് പ്രമാണികളായ ആളുകൾ, അവർക്കാണ് മല എന്ന് പറയാം. ഓലെ കൊണ്ടാണ് എന്നും എവിടെയും പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ 10 സ്ഥലങ്ങളിലാണ്, 10-ലധികം സ്ഥലങ്ങളിലാണ് ഈ ആളുകളെ കുറിച്ച് പറയുന്നത്, മുത്തറഫീങ്ങളെ കുറിച്ച്, കുറച്ച് ആഡംബരപ്രേമികളായ പ്രമാണികളായ ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഇവിടെ പറയാണ്, ഫഖാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയിലെ കാഫിറുകളായ പ്രമാണിമാര് പറഞ്ഞു. കാഫിറുകൾ പറഞ്ഞു എന്നല്ല, കാഫിരീങ്ങളിൽ തന്നെ കുറച്ച് മുൻതൂക്കം നിൽക്കുന്ന ആളുകളുണ്ട്. ഓല് പറഞ്ഞ ആളുകൾ കേട്ടോളും, സമ്പത്ത് കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും ഉയർന്ന തലത്തിലുള്ള ആളുകളായിരിക്കും അവരാണ് അൽ മല എന്ന് പറയാ, പ്രമാണിമാര് എന്ന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഫഖാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയിലെ പ്രമാണികളായ കാഫിറുകളായ പ്രമാണികൾ പറഞ്ഞു, മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും. ഇവിടെ മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട് മാ ഹാദാ എന്നാ പറഞ്ഞത്. ഹാദാന്ന് ഒരു ജീവിയെ കുറിച്ച് പറയില്ല, അല്ലെങ്കിൽ മനുഷ്യനെ കുറിച്ച്, ആക്കിലിനെ കുറിച്ച് പറയാൻ പാടില്ല, ഗൈറു ആക്കിലിനെ കുറിച്ചാ പറയാം. മാ ഹാദാ, ഇതെന്താന്ന് ചോദിക്കാം. എന്നാ ഇദ്ദേഹത്തെ കുറിച്ച് ചോദിക്കുമ്പോ മൻ ഹാദാന്നാ ചോദിക്കണ്ടേ, ഇത് ആരാന്നാ ചോദിക്കണ്ടേ, ഇതെന്താന്ന് ചോദിക്കാൻ പാടില്ല. മനസ്സിലാണ്ടോ പറയണേ? ഹാദാന്ന് പറഞ്ഞാ ഇത് എന്നാണ്. അപ്പൊ നമുക്ക് ഒരു കസേര ഇത് എന്താന്ന് ചോദിക്കണമെങ്കിൽ മാ ഹാദാ, ഇതെന്താന്ന് ചോദിക്കാം. എന്നൊരു വ്യക്തിയെ കുറിച്ച് ചോദിക്കുമ്പോഴോ മൻ ഹാദാന്നാ ചോദിക്കണ്ട. പക്ഷെ ഇവര് പറഞ്ഞത് എന്താണ്? മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, ഇത് നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനല്ലാതെ ആരുമല്ല ഇവൻ എന്ന് പറഞ്ഞില്ല. ഇതെന്താ പറഞ്ഞ? ഇത്. അത്രത്തോളാണ് പ്രമാണികളുടെ അഹങ്കാരം. ഈ ആയത്തിന്റെ ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ മുഫസ്സിരീങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ വാക്കാണ് പറയുന്നത്. മാ ഹാദാ എന്നാണല്ലോ അവര് പറഞ്ഞത്. അപ്പൊ നൂഹ് നബിയുടെ ജനത നൂഹ് നബിക്ക് കൊടുത്ത സ്ഥാനത്തിന്റെ ഒരു എത്രത്തോളം നികൃഷ്ടമായ മനസ്സായിരുന്നു അവർക്ക് എന്ന് അതിൽ നിന്ന് കിട്ടും. ഇല്ല ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലൊരു മനുഷ്യനല്ലാതെ ആരാ ഇത്, ഇത് നിങ്ങളെപ്പോലൊരു മനുഷ്യൻ മാത്രമാണ് എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജനത പറഞ്ഞു. യുരീദു, അവൻ ഉദ്ദേശിക്കുന്നത് അയ്യതഫല്ലല അലൈക്കും, നിങ്ങളെ മേൽ കുറച്ച് ആളാകാനാണ്. ആളാകണോര് പറയാണ് ഇവങ്ങളെ മേലെ വലിയ ആളാകാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. യുരീദു, ഇവൻ ഉദ്ദേശിക്കുന്നത് അയ്യതഫല്ലല, ഫളല് നടിക്കാനാണ്, വലിയ ആളായി ശ്രേഷ്ഠനായി കാണാനാണ്. അലൈക്കും, നിങ്ങളുടെ മേൽ. വലൗ ഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അൻസല മലായിക, അവന് മലക്കുകൾ അങ്ങോട്ട് ഇറക്കായിരുന്നല്ലോ. ഇതൊക്കെയാണ് ശരിക്കും പ്രബോധിത സമൂഹത്തിൽ നിന്ന് കേൾക്കേണ്ടി വന്ന വാക്കുകൾ. എന്താണ് മലക്കിനെ പറഞ്ഞേക്കാത്തത്? ഇന്ന് ഇമാം ഓതിയ സുന്ദരമായ വാചകങ്ങളിലും അതുണ്ട്. എന്നാ ഒരു കെൻസ് ഇങ്ങോട്ട് ഇറക്കട്ടെ,
മലക്ക് വരുന്നുണ്ട്, ദഅവത്ത് നടത്തുന്ന, ഞങ്ങൾക്ക് വഹി കിട്ടുന്നുണ്ടെന്നൊക്കെ പറയണ മലക്കിനെ നമ്മളൊന്ന് കാണട്ടെ. എന്താ എൻ്റെ കൂടെ ഒരു മലക്കിനെ നമ്മൾ കാണാത്ത? എനിക്ക് വഹി കിട്ടുന്നുണ്ട്, ജിബ്രീൽ വരുന്നുണ്ട്, മലക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്ടാ നമ്മൾ കാണാത്ത? നമ്മളൊന്നും കാണാത്തൊരു മലക്ക് എങ്ങനെ അവർ പറഞ്ഞു? വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതാണ് അവർ പറഞ്ഞ മറ്റൊരു വാചകം. ഇതൊക്കെ ഇന്നത്തെ സമൂഹം പറയുന്ന സംഭവം തന്നെയാണ്. ഒന്ന് വലൗ ഷാ അല്ലാഹു ലഅൻസല മലായിക, എന്തുകൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഒരു മലക്കിനെ ഇറക്കിയില്ല. മാ സമിഅനാ ബിഹാദാ ഫി ആബാഇനൽ അവ്വലീൻ, നമ്മളെ കാക്കക്കാരന്മാരൊന്നും ഇത് പറയണ കേട്ടിട്ടില്ലല്ലോ. ഇത്രയും കാലമായിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ, മുമ്പൊന്നും ഇങ്ങനെയല്ലല്ലോ. മനുഷ്യൻ അങ്ങനെയാണ്, കേട്ട് പരിചയത്തിൽ മാറാനേ ഒരു പ്രശ്നം ഉണ്ടാവും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ചെറിയൊരു സുന്നത്ത് വന്നതിൻ്റെ ഒരു ഉദാഹരണം. നമ്മുടെ നാട്ടിൽ പാലക്കാഴിയിൽ അവിടെ ഒരിക്കൽ ബാങ്ക് കൊടുത്ത സമയത്ത്, മുമ്പൊക്കെ ബാങ്കിന്റെ ബോർഡ് എല്ലാം ചോക്ക് കൊണ്ട് ഇങ്ങനെ മായിച്ചിട്ട് ചോക്ക് കൊണ്ട് എഴുതുക ചെയ്യുക. പക്ഷെ മഗ്രിബിന് മാത്രം ഉടൻ എന്നാണ്ടാവുക. നമ്മുടെ നാട്ടിൽ അങ്ങനെയായിരുന്നു. ഇനി ഇവിടെ എങ്ങനെ എനിക്കറിയില്ല. അത് പെയിന്റ് കൊണ്ട് തന്നെ എഴുതിയിട്ടുണ്ടാവും. അസർ, ളുഹർ, മഗ്രിബ് എന്നൊക്കെ എഴുതിയ പോലെ പെയിന്റ് കൊണ്ട് തന്നെ ഉണ്ടാവും ഇക്കാമത്തിന്റെ അവിടെ ഉടൻ. കാരണം അത് എന്നുടനല്ലേ, അതുകൊണ്ട് മായ്ക്കേണ്ടി വരുന്നില്ല. ബാക്കി വക്തിന്റെ ഒക്കെ സമയം മാറും. പക്ഷെ ഒരിക്കൽ ബാങ്ക് വിളിച്ചപ്പോൾ സക്കരിയ സ്വലാഹി പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം, ഇക്കാമത്ത് കൊടുക്കല്ലേ പറഞ്ഞു. അങ്ങനെ ആർക്കും അറിയില്ലേ, മഗ്രിബിന് മുമ്പ് 2. എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിന്നു. ഇക്കാമത്ത് വിളിക്കാതെ അങ്ങനെ കാത്തു നിന്നിട്ട് 2 റക്അത്ത് നമസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും എവിടുന്ന പറ്റി പുതിയ നിസ്കാരം കൊണ്ടുവന്നിങ്ങനെ അതായത് നിസ്കാര ശേഷം പറയാറുണ്ട്. അങ്ങനെ മഗ്രിബ് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നിന്നിട്ട് ഒരു ഹദീസ് ക്ലാസ് സക്കരിയ സ്വലാഹി എടുത്തു. സല്ലു ഖബ്ലൽ മഗ്രിബ്, സല്ലു ഖബ്ലൽ മഗ്രിബ്, സല്ലു ഖബ്ലൽ മഗ്രിബ് ഇൻ ശിഅത. നിങ്ങൾ മഗ്രിബിന് മുമ്പ് 2 നമസ്കരിക്കണം, മഗ്രിബിന് മുമ്പ് നമസ്കരിക്കണം, മഗ്രിബിന് മുമ്പ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ 2 നമസ്കരിക്കണം എന്ന ഹദീസ് പറഞ്ഞു. ഹദീസ് നമ്പറൊക്കെ പറഞ്ഞു, ആരാ റിപ്പോർട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞു. റിയാദുസ് സ്വാലിഹീൻ ഉണ്ട് എന്ന് പറഞ്ഞു, ഇമാം നവവി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ കൊണ്ടുവന്നതിൽ എത്രയോ കാലം മുന്നേ ജീവിച്ചു മരിച്ചുപോയ പണ്ഡിതന്മാരാണ് പോലും. എല്ലാവരും നിസ്കരിക്കണമെന്നില്ല, മറ്റു റവാത്തിബിനെ പോലുള്ളതല്ല. പക്ഷെ ഉദ്ദേശിക്കണവർക്ക് നിസ്കരിക്കാനുള്ള സമയം ഇവിടെ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് അത് ഇങ്ങനെ നീച്ചെന്ന് പറഞ്ഞൊരു നാണിയൊക്കെ ഉണ്ട്. നല്ല പ്രായമായ, അന്ന് തന്നെ നല്ല പ്രായമുള്ള ആളാണ്. അത് എന്തിനാണ് ഇജ്ജ് പുതിയൊരു ഓരോന്നും കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞ ആള് അൽഹംദുലില്ലാ മരിക്കണീന് മുമ്പ് അദ്ദേഹം അത് ശീലാക്കിയിരുന്നു. ഇപ്പൊ നമുക്ക് പറയുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം എല്ലാവരും തുടങ്ങി. കേട്ടു പരിചയിച്ചെന്നു മാറുമ്പോൾ നമ്മുടെ മനസ്സങ്ങോട്ട് സമ്മതിക്കൂല. പക്ഷെ സത്യം അതാണെങ്കിൽ ഇപ്പോൾ മുതൽ ആ സത്യത്തിലേക്കല്ലേ നമ്മൾ എത്തേണ്ടത്. കഴിഞ്ഞ മണിക്കൂർ വരെ എന്തെന്നുള്ളത് വിഷയമല്ല. പിന്നെ നോക്കൂ, ആദ്യത്തെ പ്രവാചകനോട് തന്നെ ആളുകൾ പറയാണ്, മാ സമിഅനാ ബിഹാദാ ഫി ആബാഇനൽ അവ്വലീൻ, ഞങ്ങളെ പൂർവികരായ പിതാക്കന്മാരിൽ ഞങ്ങൾ ഇത് കേട്ടിട്ടില്ലല്ലോ. കാരണം ഓല് വരുമ്പോ ഫുള്ള് വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവരാണ്. വിഗ്രഹങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്നൊരു കേട്ടിട്ടില്ല. അപ്പൊ ഓല് പറയാ, ഞങ്ങളെ വാപ്പാരൊന്നും ഇത് പറഞ്ഞു തന്നിട്ടില്ലല്ലോ, പൂർവികരായ ആളുകളിൽ നിന്നും ഞങ്ങളിത് കേട്ടിട്ടില്ലല്ലോ എന്ന് അവര് പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ ഇതേപോലെ സമൂഹം പ്രതികരിച്ചത് ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നത് ഇൻഷാ അല്ലാഹ് 1-2 മാത്രം സൂചിപ്പിക്കാം. ഒന്ന്, വിശുദ്ധ ഖുർആൻ സൂറത്തു ഗാഫിറിൽ പറഞ്ഞ 41-ാമത്തെ ആയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ മാലി അദ്ഉക്കും ഇലൻ നജാത്ത് വതദ്ഊനനി ഇലൻ നാർ എന്ന ആയത്ത്. ഇപ്പോൾ ശത്രുക്കളുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു ഇതൊക്കെ. വിശുദ്ധ ഖുർആൻ പറയാണ്, കള്ളനാണ് എന്ന് ആരോപിച്ചു. അല്ലേ? ഞാൻ ആയത്ത് വേഗം ഇങ്ങനെ നമ്പറുകൾ മാത്രം പറഞ്ഞു പോകും. സൂറത്തു സ്വാദിലെ 4 അല്ലാഹ് പറഞ്ഞു, വഅജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും വഖാലൽ കാഫിറൂന ഹാദാ സാഹിറുൻ കദ്ദാബ്. ഒരു മാജിക്കുകാരനായ, ജാലവിദ്യക്കാരനായ കള്ളനാണ് എന്ന് പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു. വമാ സ്വാഹിബുക്കും ബിമജ്നൂൻ, ഒരിക്കലും ഭ്രാന്തനല്ല കേട്ടോ നിന്റെ പ്രവാചകൻ എന്ന് ഖുർആൻ അതിനെക്കുറിച്ച് തിരുത്തി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, അതുപോലെ തന്നെ കെട്ടിച്ചമച്ചു പറയാന്ന് പറഞ്ഞു, പൂർവികരുടെ കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞു, മലക്കുകളെ ഇറക്കാത്തത് എന്താണെന്ന് പറഞ്ഞു. ഒരു സ്ഥലത്ത് സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹ് പറഞ്ഞത് മാത്രം എല്ലാം ഒന്നിച്ചു വന്നതുകൊണ്ട് അത് മാത്രം ഞാൻ ഓതി കേൾപ്പിക്കുക. ഔ തകൂന ലക ജന്ന, എന്താണ് എനിക്ക് ആകാശത്തൊക്കെ ഒരു വീട് വേണം, എന്നിട്ട് അവിടേക്ക് ഇങ്ങനെ കയറി പോകണം, എന്താ ഒരു തോട്ടല്ലാത്തത്, എന്താണ് ഇത് കൂടി ഞങ്ങൾക്ക് ഒരുക്കി കാണിച്ചു തരാത്തത്, ആകാശത്ത് നിന്ന് കഷ്ണങ്ങൾ വീഴ്ത്തി കാണിക്കാത്തത് എന്താണ്, കോണി വെച്ച് ആകാശത്തേക്ക് കയറിയിട്ട് അവിടുന്ന്
അവിടെ ഒരു സ്വർണ്ണ വീട് ഉണ്ടാക്കി ഞങ്ങൾക്ക് കാണിച്ചു തരണം, ഞങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം കൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരണം. ഓലാണ് മാജിക്കാരനെ ആക്കുന്നത്. ഒരു ഉദ്ദേശിച്ച രൂപത്തിലൊക്കെ ഇങ്ങനെ ആകണം എന്ന് പറഞ്ഞു. ഔ തഅതിയ ബില്ലാഹി വൽ മലായികത്തി ഖബീല, നീ പറയുന്ന റബ്ബും നീ പറയുന്ന മലക്കുകളും ഞങ്ങളുടെ മുന്നിലൂടെ അങ്ങനെ നടന്നു പോകണം, അതുവരെ ഞങ്ങൾ വിശ്വാസികളാവുകയില്ല. ഇതൊക്കെ കേട്ടപ്പോ പ്രവാചകൻ തിരിച്ചു പറഞ്ഞ വാചകമായി അല്ലാഹ് പറയാ, കുൽ നബി അങ്ങ് ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി, സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂലാ, ഞാനൊരു മനുഷ്യനായ പ്രവാചകനല്ലേ, ഞാനും മനുഷ്യനല്ലേ, പ്രവാചകനാണെന്നുള്ള പ്രത്യേകത ഉണ്ട്, പക്ഷെ നിങ്ങളെപ്പോലെ മനുഷ്യൻ തന്നെയല്ലേ ഞാനും എന്ന് മറുപടി പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരും. എന്നിട്ടൊരു സ്ഥലത്ത് അല്ലാഹ് പറയുന്നുണ്ട്, മലക്കുകളൊക്കെ ഇറക്കും അല്ലാഹ്, പക്ഷെ അതൊരു ലാസ്റ്റ് ഇറക്കലാവും. എന്താണ്? ആത്മാവിനെ പിടിക്കാനാണ് അല്ലാഹ് മലക്കിനെ ഇറക്കുക. വേറെ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മലക്കിനെയാണ് ഇറക്കിയത് എങ്കിൽ നിങ്ങൾ വിശ്വസിക്കൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വേഗത്തിൽ ശിക്ഷ വരുമായിരുന്നു. മാത്രവുമല്ല, ഒരു മനുഷ്യനെ ദഅവത്ത് നടത്താൻ മനുഷ്യന്റെ പ്രയാസങ്ങൾ അറിയുന്ന മനുഷ്യൻ തന്നെയാണ് പ്രവാചകനായി വരേണ്ടത് എന്നും ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ ആയത്തൊന്നുകൂടി നോക്കുക. ഫഖാലൽ മലഉ, പ്രമാണിമാര് പറഞ്ഞു, അല്ലദീന കഫറു, കാഫിറുകളായ, മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയിലെ, മാ ഹാദ, ഇതല്ല, ഇല്ലാ ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനല്ലാതെ അല്ല, യുരീദു, അവരുദ്ദേശിക്കുന്നത്, അയ്യതഫല്ലല, വലിയവനാകാനാണ്, അലൈക്കും, നിങ്ങളുടെ മേൽ ശ്രേഷ്ഠത നടിക്കാനാണ്, വലൗ ഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലഅൻസല, അവൻ ഇറക്കുമായിരുന്നു, മലായിക, മലക്കുകളെ ഇറക്കുമായിരുന്നു, മാ സമിഅനാ, നമ്മൾ കേട്ടിട്ടില്ല, ബിഹാദ, ഇതിനെക്കുറിച്ച്, ഇതിനെ തൊട്ട് ഇങ്ങനത്തെ ഒരു കാര്യം, ഫി ആബാഇൽ അവ്വലീൻ, പൂർവികരായ നമ്മുടെ പിതാക്കളിൽ, അവന്റെ പിതാക്കളിൽ നമ്മൾ കേട്ടിട്ടില്ല. എന്നിട്ട് അവരിങ്ങനെ കൂടി പറഞ്ഞു, ഇൻ ഹുവ ഇല്ലാ റജുലുൻ ബിഹി ജിന്ന, ഇവൻ ഭ്രാന്തനായൊരു മനുഷ്യനല്ലാതെ മറ്റാരുമല്ല. ഇൻ ഹുവ ഇല്ലാ റജുലുൻ ബിഹി ജിന്ന, ജിന്ന് മജ്നൂന്, ബുദ്ധി മാഞ്ഞ ആൾക്കാണ് മജ്നൂന് എന്ന് പറയാം. ജന്ന എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം മറഞ്ഞു നിന്നു എന്നാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ബുദ്ധി മറഞ്ഞു എന്നാണ്. ഇൻ ഹുവ ഇല്ലാ റജുലുൻ ബിഹി ജിന്ന, ബുദ്ധി ഭ്രംശം വന്ന, ബുദ്ധി നശിച്ച ഒരാളല്ലാതെ ആരുമല്ല ഇവൻ. ഇതൊക്കെ എത്ര സങ്കടമായിരിക്കും നോക്കി നിങ്ങൾ. ഒരിക്കലും ഒരു ഭ്രാന്തിന്റെ അംശം പോലും ഇല്ലാത്ത ഒരാൾ ദഅവത്ത് നടത്തുമ്പോൾ പറയണം ഓൻ ഭ്രാന്തനാണ്. ഒരു നുണയും പറയാത്ത ആളെ കുറിച്ച് പറയാണ് കള്ളനാണ്. വഹി മാത്രം പറയുമ്പോൾ മാജിക്കാണ്. അക്ഷരജ്ഞാനം പോലും ഇല്ലാത്ത ആളെ കുറിച്ച് പറയാണ് കവിയാണ്. ഒരാൾ കവി ആകണമെങ്കിൽ ഭാഷയിൽ അങ്ങേയറ്റം എത്തണം. അങ്ങനത്തെ അക്ഷരജ്ഞാനം പോലും ഇല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചൊക്കെ പറഞ്ഞത് ഷായിറാണ് എന്നാണ്, കവിയാണ് എന്നാണ്. നേരെ വിപരീതമായിട്ടാണ് അവര് ആരോപിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇൻ ഹുവ ഇല്ലാ റജുലുൻ ബിഹി ജിന്ന ഫതറബ്ബസൂ ബിഹി ഹത്താ ഹീൻ. തറബ്ബസ എന്ന് പറഞ്ഞാൽ ഇൻതളറ, പ്രതീക്ഷിച്ച് കാത്തുക. ഫതറബ്ബസൂ, നിങ്ങൾ കാത്തിരുന്നോളി, കുറച്ച് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, ബിഹി, അവനെ കുറിച്ച്, ഹത്താ ഹീൻ, കുറച്ച് സമയം. ഓന് പറയുമ്പോഴൊക്കെ വിശ്വസിക്കണ്ട, കുറച്ചേരം ഒന്ന് കാത്തുക. നിങ്ങൾക്ക് മനസ്സിലാവും പിരാന്തനാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ഞാൻ മനസ്സിലാവും. അതിനാണ് പറയാ ഫതറബ്ബസൂ ബിഹി ഹത്താ ഹീൻ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ആ ജനത ഇപ്രകാരമായിരുന്നു പറഞ്ഞത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. വിഗ്രഹാരാധനയിൽ ഉറച്ചു നിൽക്കുക മാത്രമല്ല, ആരെങ്കിലും വിഗ്രഹാരാധനയിൽ നിന്ന് മാറിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് ഓല് പറഞ്ഞു, വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുആഅൻ വലാ യഗൂസ വയഊഖ വനസ്ര. നിങ്ങൾ ഒരിക്കലും വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കരുത്, പ്രത്യേകിച്ച് ഈ 5 വിഗ്രഹങ്ങളെ നിങ്ങൾ ഒരിക്കലും മാറ്റിവെക്കരുതേ എന്ന് അവർ പറഞ്ഞു. ഇവിടെ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ദഅവത്ത് എന്നുള്ളത് ഒരു മനുഷ്യന്റെ രക്തത്തിൽ ലയിച്ചു ചേരേണ്ട ഒന്നാണ്. ഒരു പോയിന്റ്. 2, ദഅവത്തിന്റെ മുൻഗണനാക്രമം എന്താണ്? തൗഹീദാണ്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. കാരണം അതാണ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അങ്ങോട്ട് സ്വാഭാവികമായിട്ടും റെഡി ആയിക്കോളും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കല്ലെറിയാൻ പോലും അവർ തയ്യാറായി എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. وقالوا لئن لم تنتهي يا نوح لتكونن من المرجومين. ഇബ്രാഹിം നബിയോട് വാക്ക് പറഞ്ഞത് എന്താ?
ലഇല്ലം തൻതഹി ലനർജുമന്നക വഹ്ജുർനി മലിയ. ഒന്നുകിൽ അവസാനിപ്പിച്ചോ അല്ലെങ്കിൽ കല്ലെറിഞ്ഞ്. ആ കല്ലെറിയ എന്നുള്ളതൊക്കെ പണ്ടുകൊണ്ടേ ഉള്ള പ്രബോധിതരുടെ ഒരു സ്വഭാവമാണ്. നൂഹ് നബിയോട് പറഞ്ഞു കല്ലെറിയിട്ടോ, ഷുഐബ് നബിയോട് പറഞ്ഞു കല്ലെറിയിട്ടോ. വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്ന അത്തരം പ്രവാചകന്മാരുടെ അവസ്ഥകളെക്കുറിച്ച് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു ആരോപണമായിരുന്നു അൽഗാസു അഹ്ലാം. അതൊക്കെ പഴങ്കഥകളാണ്, കെട്ടുകഥകൾ. ഇതൊന്നും ഇപ്പോഴത്തെ കാലത്ത് പറ്റിയ ആയത്തുകളല്ല. ആ കാലത്ത് ഓക്കെയാണ്, പക്ഷെ ഇപ്പൊ പറയാൻ പറ്റിയ ആശയങ്ങളല്ല. ഇതൊക്കെ പ്രബോധിത സമൂഹം പറഞ്ഞ വാചകമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ 3 ആയത്താണ് ഇന്ന് വിശദീകരിക്കുന്നത്. ഇതിൽ വാക്കുകൾ ഒന്ന് അർസല അയച്ചു, ഖൗമുൻ ജനത, ഉഅ്ബുദു അബദ യഅ്ബുദു ആരാധിച്ചു, ഇബാദത്ത് ആരാധന, അൽ മലഅ് പ്രമാണിമാര്, അതുപോലെ തന്നെ ബഷർ മനുഷ്യൻ, അറാദ യുരീദു ഉദ്ദേശിക്കുക, തഫല്ലല യതഫല്ലലു ശ്രേഷ്ഠത കാണിക്കുക, സമിഅ കേട്ടു, ജിന്ന ഭ്രാന്ത്, തറബ്ബസ കാത്തുനിന്നു പ്രതീക്ഷിച്ച് കാത്തുനിന്നു, ഹത്താ ഹീൻ, ഹീൻ എന്ന് പറഞ്ഞാൽ ഹീൻ ഇലാ ഹീൻ എന്ന് പറഞ്ഞാൽ ഇപ്പം മുതൽ അപ്പം വരെ എന്നാണ് സമയം എന്നർത്ഥം. കുറച്ചേരം നിങ്ങളൊന്ന് കാത്തു നിൽക്കിൻ എന്ന് ഉള്ള അവസ്ഥയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അബദൻ ഷക്കൂറായ ഏറ്റവും നന്ദി കാണിച്ച ഒരു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുഭവിച്ച ത്യാഗം വളരെ വലുതായിരുന്നു. ദഅവത്തിന് വേണ്ടി എന്തും സഹിക്കാൻ മനുഷ്യർ തയ്യാറാകണം എന്ന പാഠവും, പ്രബോധിതരിൽ നിന്ന് എപ്പോഴും പൂമാല കിട്ടണ, കയ്യടി കേൾക്കണ, സന്തോഷം മാത്രം ഉണ്ടാകണ അവസ്ഥയല്ല ഉണ്ടാകുക. മറിച്ച് വിമർശകര് വായടക്കാൻ നമുക്ക് കഴിയൂല. എന്തൊരു നന്മയൂട്ടങ്ങളുടെ ഇറങ്ങി നോക്കി. ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് കടപ്പുറത്ത് ദഅവത്തുമായിട്ട് ചെന്നപ്പോൾ അല്ലേ. പിന്നെ അതിനെക്കുറിച്ച് പറയാത്ത, ഏറ്റവും ഒപ്പം നിന്ന് സഹായിക്കുന്നു തോന്നിയ ആളുകളൊക്കെ ചെയ്യാ എന്താണ്, നേരെ എതിർത്ത്. അല്ലെങ്കിലും അങ്ങനെ പാടില്ലല്ലോ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ പറഞ്ഞ് പരസ്യമായിട്ട് ചെന്നു തന്നെ അല്ലേ, പരസ്യമായിട്ട് ചെന്നു തന്നെയാണ്. അപ്പൊ പരസ്യമായിട്ടും ഉണ്ട് ദഅവത്ത്, രഹസ്യമായിട്ടും ഉണ്ട് ദഅവത്ത്, രാവിലുണ്ട് ദഅവത്ത്, പകലിലും ഉണ്ട് ദഅവത്ത്, പതുക്കിയുണ്ട് ദഅവത്ത്, ഉറക്കിയുണ്ട് ദഅവത്ത്. സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അത് പാടില്ല, ഇത് പാടില്ല, അങ്ങനല്ല. ചിലത്തിന് കൂടുതൽ ഫലം കിട്ടും, ചിലത്തിന് ചില സമയത്ത് ഫലം കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ വിമർശകർ സ്വാഭാവികമായി വിമർശിക്കും. പക്ഷെ നമുക്ക് എങ്ങനെയാണോ ഒരു ദഅവത്ത് നടത്താൻ പറ്റുക അങ്ങനെ. ഇപ്പോൾ ഈ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് ഫൈസൽ മൗലവിയുടെ പഴയ ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല അല്ലേ. മൂപ്പര് ഇതിലേക്ക് വരാൻ കാരണമായത് എന്താണ്, ഒരു ലഘുലേഖയാണ്. നബിദിനവുമായി ബന്ധപ്പെട്ട് ഒരു ലഘുലേഖ വായിച്ചപ്പോൾ അല്ലെങ്കിലും പറയും പോലെ ഇങ്ങനെ ചൊല്ലാൻ പറ്റൂലല്ലോ എന്ന് ചിന്തിച്ചതാണ് തൗഹീദിന്റെ സന്ദേശം പ്രബോധനം നടത്തുന്നത് ഒരു കൂട്ടായ്മയിലെ വലിയ ആളാകുന്ന അവസ്ഥയിലേക്ക് ഇപ്പൊ എത്തിച്ചത്. അതിന്റെ വലിയ ആളായി നിന്നെടുത്തുന്നത്. അപ്പോൾ ചിലപ്പോൾ ലഘുലേഖ ആയിരിക്കും ഒരു ദഅവത്തായി മാറുക, ചിലപ്പോൾ ഒരു ഖുർആൻ ക്ലാസ് ആയിരിക്കും ദഅവത്തായി മാറുക, ചിലപ്പോൾ നമ്മൾ ബസ്സിൽ അടുത്തിരുന്ന ആളോട് ഇങ്ങനെ സംസാരിക്കുന്നതാവും ദഅവത്തായി മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദഅവത്ത്, നൂഹ് നബിയിൽ മാതൃകയുള്ള ഈ ദഅവത്ത് ശക്തമായി നിലനിർത്താൻ നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. 28 സൂറത്തുകളിലായി 43 തവണ പേര് വന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷക്കാലം ദഅവത്ത് നടത്തി. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഒരു സൂറത്തുള്ള അബദൻ ഷക്കൂർ എന്ന് പറഞ്ഞ ആ അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ പ്രവേശിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് അദ്ദേഹം ദഅവത്ത് നടത്തിയതും ആളുകൾ അതിനെ വിമർശിച്ചതും കളിയാക്കിയതും, കപ്പല് പിന്നെ അവസാന നൂഹ് നബി അലൈഹി സ്വലാം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഇവരെ വിട്ടേക്കരുത്, ഇവരെ വിട്ടേച്ചാൽ ശരിയാവില്ല എന്ന് പ്രാർത്ഥിച്ചതും, അപ്പോൾ അള്ളാഹു കൽപ്പന കൊടുത്തതും, മഴ പെയ്തതും, അടുപ്പുകളിൽ നിന്ന് പോലും പൊട്ടിയൊഴുകിയതും, അങ്ങനെ അവസാനം ആ കപ്പലിൽ കയറാൻ ആവശ്യപ്പെട്ടപ്പോൾ വിശ്വാസികൾ മാത്രം കയറിയതും ചെന്നണഞ്ഞതും ഒക്കെ വരും ആയത്തുകളിൽ വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആൻ ആഴത്തിൽ പഠിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മളെയും അള്ളാഹു ഒരു അബ്ദൻ ഷക്കൂറാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രവാചകൻ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ജഅൽനി ബിക ശക്കാറ വലക ദക്കാറ. അല്ലാഹുവേ, നിനക്ക് ദിക്റുകൾ ചൊല്ലുന്ന ആളും ശുക്ർ കാണിക്കുന്ന ആളുമാക്കി എന്നെ മാറ്റണമേ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നിനക്ക് ദിക്ർ ചൊല്ലാൻ, നിനക്ക് ശുക്ർ കാണിക്കാൻ, നിനക്ക് നല്ല ഇബാദത്തുകൾ ചെയ്ത് നന്നാവാൻ
എന്നെ നീ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരൊറ്റ കാര്യം മാത്രം, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോവുക. അപ്പോൾ അങ്ങാടിയിൽ ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ജഅൽനി ഇബാദക്കൽ ഖലീൽ, അല്ലാഹുമ്മ ജഅൽനി മിൻ ഇബാദിക്കൽ ഖലീൽ. ആ ഖലീലായ നിന്റെ അടിമയുടെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തണേ. നൂഹ് നബി ഉമർ റളിയല്ലാഹു അൻഹു ഖുർആനിലും ഹദീസിലും ഇങ്ങനെ ഒരു പ്രാർത്ഥന കണ്ടിട്ടില്ല. അപ്പോൾ ചോദിച്ചു, മിൻ ഐന അഖത്ത ഹാദാ, എവിടുന്നാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന കിട്ടിയത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഖുർആനിൽ കിട്ടിയതാണ്. എന്താ ഖുർആനിലുള്ളത്? വഖലീലും മിൻ ഇബാദിയ ശകൂർ, എനിക്ക് നന്ദി കാണിക്കുന്ന അടിമകൾ വളരെ വിരളമാണ്, നന്ദി കാണിക്കുന്നവർ വളരെ കുറവാണ്. ആ കുറഞ്ഞ പേരിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നിന്ന് കരയാണ്. ഫബക ത്വീലൻ, ദീർഘനേരം കരഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, യാ ഉമർ, ഉമറേ, അന്നാസു, ജനങ്ങളൊക്കെ അറിവുള്ളവരാണ്, സാധാരണക്കാരായ ഇവർക്ക് ഒരു അറിവുണ്ട് ഉമറേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു സ്വയം പറയുകയും എന്നിട്ട് വീണ്ടും അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ജഅൽനി മിൻ ഇബാദിക്കൽ ഖലീൽ, അല്ലാഹുവേ ശുക്ർ കാണിക്കുന്ന കുറച്ച് ആളുകളിൽ നീ എന്നെയും ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ധാരാളമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ജഅൽനി മിൻ ഇബാദിക അൽ ഖലീൽ, അല്ലാഹുവേ നിനക്ക് നന്ദി കാണിക്കുന്ന കുറഞ്ഞ ആളുകളുണ്ടല്ലോ അവരിൽ എന്നെയും ഉൾപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ ഞങ്ങളിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു തരണേ. ഈ ഖുർആൻ പഠനം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന മാനസികമായ വിഷമങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ശാരീരികമായ പ്രയാസങ്ങളും അടക്കം ദുനിയാവിലെ എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കിത്തരികയും പരലോകത്ത് വലിയൊരു മുതൽക്കൂട്ടാക്കി മാറ്റുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി